മഹാപ്രളയത്തിന് 100 വയസ്സ്. 1924 കാലവർഷം കാൽപ്പനിക ഭംഗി കൊണ്ടല്ല, മറിച്ച് അതുണ്ടാക്കിയ ഉത്കടമായ ഭീതി കൊണ്ടാണ് ഓർമ്മിക്കപ്പെട്ടത്. ಆಕಾಶ ಆರೋ വലിച്ചു ಕೀರಿಯದುപോലെയാണ് വെള്ളം ಭೂಮಿയിലേക്ക് ಕುತ್ತಿಯೊಲಿಚದು. ಹೀಗೆ ಏರು ದನಿಯಲ್ಲಿ ಪತ್ರಿಕೆ ಓದುತ್ತಿರುವ ಇವರು ಪವಿತ್ರನ್, ಕೇರಳದ ಕೊಟ್ಟುವಳ್ಳಿ ಗ್ರಾಮದ ನಿವಾಸಿ. ಕಳೆದ ಅರ್ಧ ಶತಮಾನಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಕಾಲದಿಂದ ಹೀಗೆ ಸಾರ್ವಜನಿಕ ಸ್ಥಳದಲ್ಲಿ ನಿಂತು ಪತ್ರಿಕೆ ಓದುತ್ತಿದ್ದಾರೆ. ಹಾಗಂತ ಇವರು ಇಷ್ಟೊಂದು ಜೋರಾಗಿ ಪತ್ರಿಕೆ ಓದುವುದು ತನಗಾಗಿ ಅಲ್ಲ, ಬದಲಾಗಿ ಉಳಿದವರಿಗೂ ಸುದ್ದಿ ಗೊತ್ತಾಗಲಿ ಅಂತ. ಅದು 1975ರ ಸಮಯ. ಪವಿತ್ರನ್ ಮನೆ ಪಕ್ಕದಲ್ಲಿ ಇದ್ದ ಅಂಗಡಿ ಅಂದರೆ ಒಂದು ಪುಟ್ಟ ಟೀ ಶಾಪ್. ಬೆಳಿಗ್ಗೆ ಅಲ್ಲೇ ಪತ್ರಿಕೆ ಖರೀದಿಸುತ್ತಿದ್ದ ಪವಿತ್ರನ್ ಅಲ್ಲೇ ನಿಂತು ಪತ್ರಿಕೆ ಓದುತ್ತಿದ್ದರು. ಆ ಕಾಲದಲ್ಲಿ ಅಕ್ಕಪಕ್ಕ ಇದ್ದವರು ಜೋರಾಗಿ ಪತ್ರಿಕೆ ಓದಿ ನಮಗೂ ಸುದ್ದಿ ತಿಳಿಯುತ್ತದೆ ಎಂದು ಪ್ರೇರೇಪಿಸಿದರು. ಹಾಗೆ ಪ್ರಾರಂಭವಾದ ಪತ್ರಿಕೆ ಓದುವ ಕೆಲಸ ಇದೀಗ ಕಾಯಕ ಅನ್ನುವಂತೆ ಮುಂದುವರೆದಿದೆ. ഞാൻ പത്രവായന തുടങ്ങിയിട്ട് 1975 വായന തുടങ്ങുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അന്ന് ചെറുപ്പത്തിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ മുതിർന്നവരാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പത്രം വായിക്കാൻ, ഉറക്കനെ വായിക്കാൻ വേണ്ടി അവർ പറയുമായിരുന്നു. അങ്ങനെ പത്രങ്ങൾ ഉറക്കനെ വായിച്ച് അവിടെ നിന്നാണ് പത്രവായന തുടങ്ങുന്നത് തന്നെ. ಮೊದಲು ಪವಿತ್ರನ್ ಓದುವ ಸುದ್ದಿ ಆಲಿಸಲು ಜನ ಇರಲಿಲ್ಲ. ದಿನ ಉರುಳಿದಂತೆ ಪವಿತ್ರನವರ ಸ್ಪಷ್ಟ ಉಚ್ಚಾರ ಮತ್ತು ಓದೋ ಶೈಲಿ ಜನರನ್ನ ಆಕರ್ಷಿಸಲು ತೊಡಗಿತು. ಇದೀಗ ಪವಿತ್ರನ್ ದಾರಿಯನ್ನೇ ಕಾಯುವ ಅನೇಕರಿದ್ದಾರೆ. ಇನ್ನು ಪತ್ರಿಕೆ ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ಯಾರಾದರೂ ಮಾತನಾಡಿ ತೊಂದರೆ ಕೊಟ್ಟರೆ ಇನ್ನಿಲ್ಲದ ಕೋಪ ಪವಿತ್ರನವರಿಗೆ. ಹಿಂದೂ ಮುಂದು ನೋಡದೆ ಅವರನ್ನು ಜಾಡಿಸುತ್ತಾರೆ ಕೂಡ. ಹೀಗಾಗಿ ಪವಿತ್ರನ್ ಪತ್ರಿಕೆ ಓದುತ್ತಾರೆ ಅಂದರೆ ಅಲ್ಲಿ ಅವರದ್ದೇ ದನಿಯ ആഡളിത. എനിക്കിപ്പോൾ 56 വയസ്സുണ്ട്. ഞാൻ ഈ 56 വയസ്സിൻ്റെ അന്ന് തുടങ്ങി പവിത്രൻ്റെ പത്രവായന ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കണേന്. ഞാനിപ്പോൾ ലോട്ടറി വിൽക്കണേ, ഞാൻ സ്ഥിരം ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് വന്ന് കേൾക്കണേന് പവിത്രൻ്റെ. നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും പറയാനുള്ളത് പവിത്രനെ കുറിച്ച്. ಇನ್ನು ಪವಿತ್ರನ್ ಅಂದಿನಿಂದ ಇಂದಿನ ತನಕ ಒಂದು ದಿನವೂ ಪತ್ರಿಕೆ ಓದುವುದನ್ನು ತಪ್ಪಿಸಿದವರಲ್ಲ. ಮನೆಯಲ್ಲಿ ಅದ್ಯಾವುದೇ ಶುಭ ಸಂದರ್ಭ ಇರಲಿ, കുടുംബದಲ್ಲಿ സൂതക്ക ಬರಲಿ, പത്രിಕೆ ഓതിയേ സിദ്ധ. സാധാരണക്കാരെ അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളാണ് പവിത്രൻ. നന്നായിട്ട് വായിച്ച് കേൾക്കാനും ആളുകൾ പല സ്ഥലത്തും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ വായിക്കുന്ന ഇത് ഓർത്ത് അവിടെ ഇരിക്കാറുണ്ട്. എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. കാരണം പണിക്കാർ വന്നതും ചായ എടുത്ത് കൊടുക്കലും ഒക്കെ. അതിൻ്റെ ഇടക്കാണെങ്കിൽ പോലും ഞാനതൊന്ന് ശ്രദ്ധിച്ച് അതിനകത്ത് ചില മർമ്മപ്രധാനമായ വാർത്തകളായിരിക്കും പുള്ളി വായിച്ചു വരുന്നത്. അപ്പോൾ ಇನ್ನು ಪತ್ರಿಕೆಗಳಿಗೆ ರಜೆಯ ದಿವಸ ಅವತ್ತೂ ಪತ್ರಿಕೆ ಓದುವ ಕಾಯಕಕ್ಕೆ ರಜೆಯಿಲ್ಲ. ಹಳೆಯ ಪತ್ರಿಕೆಯನ್ನು ತಂದು ಪವಿತ್ರನ್ ಓದುತ್ತಾರೆ.